നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ വാഹന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിച്ചത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് സർക്കാരിന് അയച്ചത്. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ നിലവിൽ KSRTCക്ക് മാത്രമാണ് സർവീസ്. VHPക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് ഈ കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. KSRTC ആവശ്യമായ സർവീസുകൾ നടത്തുന്നില്ലെന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ വൃത്തിഹീനമാണെന്നും 20 ബസ്സുകൾ വാടകയ്ക്കെടുത്ത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസ് നടത്താൻ അനുവദിക്കണമെന്നും VHP വക്കീൽ ആവശ്യപ്പെട്ടു. തുടർന്നാണ് സുപ്രീം കോടതി കേസിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. സർവീസ് പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നുമല്ലാതെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റുകയോ ഇറക്കുകയോ ഇല്ലെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും VHPയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതേസമയം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ശബരിമല മണ്ഡലകാലം കടന്നുപോയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇത്തവണ 23 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദേവസ്വം ബോർഡിൽ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് ശബരിമല മണ്ഡലകാലം പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയത്. കൂട്ടായ്മയുടെ വിജയമാണ് കണ്ടതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. വരും വർഷങ്ങളിലും വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തും. ഇത്തവണ 23 കോടി രൂപയുടെ അധിക വരുമാനവും ശബരിമലയിൽ ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. ദേവസ്വം ബോർഡിൽ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. പല വ്യാജ പ്രചരണങ്ങളും ശബരിമലയുടെ പേരിൽ നടന്നെന്നും നടപടി സ്വീകരിച്ചെന്നും തിരുവനന്തപുരം കേസരി ഹാളിൽ പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ PS പ്രശാന്ത് വ്യക്തമാക്കി. അതേസമയം ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നത് തന്നെയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കാട്ടുമൂപ്പന്മാരാണ് പരമ്പരാഗതമായി വിളക്ക് തെളിയിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് മകരവിളക്ക് തെളിയിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.